ത്രീ-പീസ് കളക്ഷൻ്റെ ഒരു സെറ്റിലോട്ടാണ് പ്രിയപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. കോട്ടണിലുണ്ട്, സിൽക്കിലുണ്ട്, ത്രീ-പീസ് സെറ്റാണ്. അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ട. ഫസ്റ്റ് ഐറ്റം ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ജയ്പൂർ കോട്ടണിൽ വരുന്ന ഒരു ഫ്ലയേർഡ് ആയിട്ടുള്ള ഒരു ടോപ്പും ബോട്ടവും പിന്നെ അതിൻ്റെ ദുപ്പട്ടയാണ്. ബ്ലാക്ക് ആൻഡ് ഡാർക്ക് പീച്ചിഷ് ടു ഓറഞ്ച് കളർ കോമ്പിനേഷനിലുള്ള പ്രിന്റാണ്. ബ്യൂട്ടിഫുൾ ആലിയ കട്ടിലാണ് ഇത് വന്നേക്കുന്നത്. ഈ ഒരു വി പാറ്റേൺ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബോർഡർ വരും. അതിൽ തന്നെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട്. സ്ലീവെന്റിലും ആ ഒരു ബോർഡർ ഉണ്ട്. യോക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ആലിയ കട്ട് വന്നിട്ട് ചെറിയ പ്ലീറ്റ്സ് ആണ്. എൻഡിലായിട്ടും ആ ഒരു ബോർഡർ വരുന്നുണ്ട്. ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്ന ആ ഒരു പാനലിന്റെ മെറ്റീരിയൽ ആണ് നമുക്ക് സ്ലീവിലും ഈ ഒരു ബോട്ടമിലും വന്നേക്കുന്നത്. വലുതും ചെറുതുമായ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് വന്നേക്കുന്നത്. 1874 1874 റേറ്റ് വരുന്നത്. അപ്പം ബോട്ടം വരിക ഈ ഒരു സ്റ്റൈലിലാണ്. 38 ലെങ്ത് ഉള്ള ബോട്ടം, സ്ട്രേറ്റ് കട്ട് ബോട്ടം ആണ്. ദുപ്പട്ട വരുന്നത് ചെറിയ പ്രിന്റ്സിലാണ്. ബ്ലാക്കിനകത്ത് ആ ഒരു പീച്ചിഷ് റെഡ് കളറിലെ പ്രിന്റ്സിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുള്ള, അതായത് ലൈനിങ് ഉള്ള ഐറ്റം വരുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ഡിസൈൻസും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് സ്ട്രെയിറ്റ് കട്ട് ആയിരിക്കും നോർമലി ലൈനിങ്ങിൽ വരിക. ഇതിപ്പോൾ ലൈനിങ് ഇല്ലാത്ത ഐറ്റം ആകുമ്പോൾ നമുക്ക് ഒരുപാട് പാറ്റേൺസിൽ അടിക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് വന്നതാണ് ഇത്. 1874 ആണ് റേറ്റ് വരുന്നത്. മീഡിയം തൊട്ട് 3XL ആണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് ഐറ്റം പ്യുവർ കോട്ടണിൽ തന്നെയാണ്. നല്ല ബ്രൈറ്റ് റാണി പിങ്ക് കളറാണ്. അതിൻ്റെ ഒരു 1 ടോൺ കുറവായിട്ടുള്ള പ്രിന്റ്സ്, ഫ്ലോറൽ പ്രിന്റ്സ് ആണ് വരുന്നത്. ടച്ച് ഓഫ് ഹാൻഡ് വർക്കും കൂടി നെക്കിൽ പോകുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ മിറർ വർക്കും കട്ട് ബീഡ്സിന്റെ വർക്കും ഗോൾഡൻ സെറി വെച്ചിട്ടുള്ള വർക്കും ഉണ്ട്. സ്ട്രേറ്റ് കട്ട് ടോപ്പാണ്. വലിയ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് ടോപ്പിൽ വരിക. ടോപ്പിന്റെ ലെങ്ത് വരുന്നത് 44-45 ആണ്. ബോട്ടമിന്റെ ലെങ്ത് വരിക 37 ആണ്. ഡബിൾ സൈഡ് പോക്കറ്റും ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും ഡോറീസും ഒക്കെ ആയിട്ടാണ് ബോട്ടം വരിക. ചെറിയ പ്രിന്റ്സ് ആണ് ബോട്ടമിൽ. സെയിം കളർ ടോൺ ആണ് വന്നിരിക്കുന്നത്. ടോപ്പും ബോട്ടവും സെയിം കളർ ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയും അങ്ങനെ തന്നെയാണ്. ചെറിയ പ്രിന്റിലാണ് ദുപ്പട്ട. ഓൾ ഓവർ ദുപ്പട്ട. ഏറ്റവും താഴെയായിട്ട് ആ ഒരു ടോപ്പിന്റെ വലിയ പ്രിന്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 ഇങ്ങനെ ഒരു ബോർഡർ പോലെ വന്നിട്ട് ഇത് ഒരു കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത്. 1450 1450 ആണ് റേറ്റ്. ഇങ്ങനെ ഒരു വി പാറ്റേൺ നെക്കിലാണ് ഈ ഹാൻഡ് വർക്ക് പോയേക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സൈസ് അവൈലബിലിറ്റി വരുന്നത് സ്മോൾ തൊട്ട് XXL ആണ്. റേറ്റ് വരിക 1450 1450 ആണ്. നെക്സ്റ്റും ഒരു 3-പീസ് ഐറ്റത്തിൽ തന്നെ ഫാബ്രിക് വരിക കോട്ടൺ ലിനനാണ്. ലിനനും കോട്ടണും കൂടെ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ടോപ്പിന് വരിക. ബോട്ടം വരിക പ്ലെയിൻ കോട്ടൺ ആണ്. അതിപ്പോ കളർ വരുന്ന ഒരു ലൈറ്റ് പീച്ചും പിങ്കും കൂടെ ചേരുന്ന ഒരു കളറാണ്. അതിൽ തന്നെ ഡിജിറ്റൽ പ്രിന്റ് ആണ്. ഫ്ലോറൽ പ്രിന്റ് ഇങ്ങനെയുണ്ട്. ബാക്കിലും ഫ്ലോറൽ പ്രിന്റ് ഉണ്ട്. സ്ലീവ് എൻഡിലും ഉണ്ട്. ദുപ്പട്ട ഒരു മൾട്ടി കളർ, അതായത് പിങ്കും പീച്ചും കൂടെ ചേരുന്ന ഒരു ഡിജിറ്റൽ ദുപ്പട്ടയാണ് വരുന്നത്. ഇത് കോട്ടൺ ലിനൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് വരിക 1880 1880. ഇത് കുറച്ച് സീത്രൂ മെറ്റീരിയൽ, അതായത് ലിനനും കൂടി വരുമ്പോൾ കുറച്ച് ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഉള്ള ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് സീത്രൂ ആണ്. നമുക്ക് സ്ലിപ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളവർ മാത്രമാണ് ഐറ്റം എടുക്കുന്നത് കേട്ടോ. 1880 ആണ് റേറ്റ് വരുന്നത്. മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് കോട്ടണിൽ തന്നെ വന്ന ഒരു ക്രോപ്പ് ടോപ്പും പാന്റും ജാക്കറ്റും ആണ്. എനിക്ക് വേറെ ചെയ്തേക്കുന്ന പോലെ ഇതൊരു ക്രോപ്പ് ടോപ്പ് ആണ്. അതിനുശേഷം ഒരു പാന്റ് വരും. രണ്ടും കോട്ടണിലാണ്. ജാക്കറ്റ് വരുന്നതും ഫ്ലോറലിൽ വരുന്ന കോട്ടണിൽ. അതിന്റെ സൈഡിലായിട്ടൊരു ലേസ് പോലെ വന്നിട്ട് അതിൽ തന്നെ എംബ്രോയിഡറി വർക്ക് ഉണ്ട്. ഒരു വി പാറ്റേൺ വരുന്നിട്ട് ഫോയിൽ മിറേഴ്സിന്റെ വർക്കും കൊടുക്കുന്നുണ്ട്. 1560 38 തൊട്ട് 44, അതായത് മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. ടോപ്പ് ഇതാ ഇങ്ങനെ ഒരു ഗ്രീൻ, ലൈറ്റ് ഗ്രീനും ഒരു പർപ്പിൾ കളറിന്റെ പ്രിന്റുമായിട്ടുള്ള വി പാറ്റേണിൽ ഇങ്ങനെ ക്രോപ്പ് ടോപ്പ് വരും. സൈഡിൽ സിബ് ഉണ്ട്. നെക്സ്റ്റ് അതിന്റെ പാന്റ് വരിക സെയിം ഫാബ്രിക്കിൽ തന്നെ കോട്ടൺ ആണ്. സെയിം ഫാബ്രിക്കിൽ തന്നെ ഫ്രണ്ടിലുള്ള പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും ആയിട്ട് ബോട്ടം വരും. അതിന്റെ ജാക്കറ്റ് വരുന്നത് ആ ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ സൈഡിൽ ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിന്റെ വർക്ക് പോയേക്കുന്നത്. വി പാറ്റേണിന്റെ വർക്ക് തന്നെയാണ് ഇതിന്റെ ജാക്കറ്റിന്റെ സൈഡിലും വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഐറ്റം വരുന്നത്.
1560. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. 1560 മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിൾ. നെക്സ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് ഡാർക്ക് പിങ്ക് കോമ്പിനേഷനിൽ കോട്ടണിൽ വന്നേക്കുന്ന ഐറ്റം ആണ്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതിന്റെ നെക്കാണ്. ഇതിങ്ങനെ ഓപ്പൺ വി നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ക്രോസ് ടൈറ്റ് മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. ഒരു ഒനിയൻ ഡാർക്ക് പിങ്കിന്റെ അവിടെ തന്നെ ഒരു പിൻഡെക്സ് പോലെ വന്നിട്ട് ചെറിയ സീക്വൻ വർക്കും കൂടി പോകുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗ്. ഫ്ലോറൽ പ്രിന്റ് ആണ്, ലൈനിങ് ഇല്ല, 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലായിട്ട് ചെറിയൊരു പടി പോലെ ബോട്ടമിന്റെ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം സെയിം കളർ കോമ്പിനേഷൻ തന്നെ ഒരു സ്ട്രൈപ്സ് പാറ്റേണിലാണ്. ദുപ്പട്ട വരുന്നതും മൽക്കോട്ടൺ ദുപ്പട്ടയാണ്. മൽക്കോട്ടൺ ദുപ്പട്ടയ്ക്കകത്ത് ഈ ഒരു സ്ട്രൈപ്സ് പാറ്റേണും പിന്നെ ആ ഫ്ലോറൽ പ്രിന്റും കൂടി കൊടുത്തിട്ടുണ്ട്. 1560 1560 മീഡിയം തൊട്ട് XXL ആണ് ഇതിന്റെ സൈസ് അവൈലബിൾ. നെക്സ്റ്റ് സോഫ്റ്റ് കോട്ടണിൽ തന്നെ ലാവൻഡർ കളറിൽ പ്രിന്റ് വന്നേക്കുന്നതാണ്. ഇത് പ്രിന്റ് ആണ് കേട്ടോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സോക്ക് ചെയ്ത് വാഷ് ചെയ്യാൻ പാടില്ല. ഇതിൽ തന്നെ ചെറിയ ഹാൻഡ് വർക്ക് ഉണ്ട്. 1560 തന്നെയാണ് റേറ്റ് വരിക. ഇതിന് ലൈനിങ് ഇല്ല, പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്, സോഫ്റ്റ് കോട്ടൺ ആണ്. ഒരു ലാവൻഡർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ദുപ്പട്ട വരിക മൽക്കോട്ടൺ ദുപ്പട്ടയാണ്. അതിലും പ്രിന്റ് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ സ്റ്റാർച്ച് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ സോക്ക് ചെയ്ത് വാഷ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത് കുറച്ച് നാൾ നല്ലോണം നമുക്ക് കെയർ കൊടുത്ത് പോവുകയാണെങ്കിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഐറ്റമാണ്. പാൻറ് വരിക പ്ലെയിൻ മെറ്റീരിയൽ, അതായത് പ്രിന്റ് ഏറ്റവും താഴെയായിട്ട് മാത്രം ഒരു പടി പോലെയാണ് വന്നേക്കുന്നത്. 37-38 ആണ് ബോട്ടമിന്റെ ലെങ്ത് വരിക. ടോപ്പിന്റെ ലെങ്ത് വരുന്നത് 45-46 ആണ്. സൈഡ് സ്ലിറ്റ് ഉള്ള ഐറ്റം ആണ്. 1560 മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിൾ. ലാസ്റ്റ് ഐറ്റം ആണ് വീഡിയോയുടെ. ഇത് ഞാൻ വേറെ ചെയ്യുന്നില്ല, കാരണം ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നേക്കുന്നത്. സ്ലീവ്സിലുള്ള മെറ്റീരിയൽ അകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതൊരു ഹോൾട്ടർ നെക്കിൽ വരുന്നത് കൊണ്ട് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അറ്റാച്ച് ചെയ്യാം, പക്ഷെ ക്യാപ് സ്ലീവ് ആയിട്ട് ഇത് വരുള്ളൂ. ഷോർട്ട് സ്ലീവിനുള്ള മെറ്റീരിയൽ ആണ് ഇത്. ആക്ച്വലി സ്ലീവ്ലെസ് യൂസ് ചെയ്യുന്നവർക്ക് നല്ല ഒരു ഓപ്ഷൻ ആണ്. ഹോൾട്ടർ നെക്ക് വന്നിട്ട് ജസ്റ്റ് ബാക്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. സ്ലീവ് ഇതാ ഇങ്ങനെ, അതായത് ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെയാണ് സ്ലീവിന്റെ കട്ടിങ് വരുന്നത്. എല്ലാവർക്കും ഹോൾട്ടർ നെക്ക് അറിയാമല്ലോ. ശേഷം ഇങ്ങനെ എ ലൈൻ ആയിട്ടാണ് ഐറ്റം വരുന്നത്. പ്യുവർ കലംകാരി ബ്ലാക്കിലാണ് ഐറ്റം വന്നേക്കുന്നത്. ഫ്രണ്ടിൽ 2 പോക്കറ്റ്സ് ഉണ്ട്. ഇത് ആ ഒരു സ്ലിം ആയിട്ടുള്ള കുട്ടികളൊക്കെ സ്ലീവ്ലെസ് ഇടും, ചുരിദാർ ഇടുമ്പോൾ നല്ല ഭംഗിയില്ല. ആ ഒരു സ്റ്റൈലിലാണ് ഇത് വന്നേക്കുന്നത്. ഇതിന്റെ വേസ്റ്റ് ഓൾറൗണ്ട് ഇലാസ്റ്റിക് ആണ്. ഒരു പലാസോ മോഡലിലാണ് പാൻറ് വന്നേക്കുന്നത്. 1399 പ്യുവർ കോട്ടൺ ആണ്. 1399 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ സ്ലീവ്ലെസ് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് വേറെ ചെയ്ത് കാണിക്കാഞ്ഞത്. മീഡിയം തൊട്ട് XXL ആണ് റേറ്റ് വരിക. സൈസ് അവൈലബിലിറ്റി വരുന്നത് റേറ്റ് വരുന്നത് 1399. സൈസ് അവൈലബിലിറ്റി വരുന്നത് സ്മോൾ തൊട്ട് XXL. ലെങ്ത് വരിക 48 ലെങ്ത് ആണ്. രണ്ടും ഒരു കോട്ട് സെറ്റ് ആയിട്ടാണ് ഐറ്റം വന്നേക്കുന്നത്. ഇങ്ങനെ വരും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. ഇത് 2 പീസിൽ വന്നതാണ്. ഇതിന് ദുപ്പട്ട വന്നിട്ടില്ല. ബാക്കി എല്ലാം ദുപ്പട്ടയോടുകൂടിയാണ്. ഒരു ഐറ്റം പിന്നെ കോട്ട്സ്, അതായത് ടോപ്പ് വരുന്നത് ക്രോപ്പ് ടോപ്പും പാൻറ്റും പിന്നെ ഒരു ജാക്കറ്റും. ഇങ്ങനെ ഡിഫറെന്റ് ഐറ്റംസ് ആണ് നമ്മുടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഐറ്റം ഇഷ്ടമായിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.